അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് സമസ്ത കേരളയുടെ മദ്രസ 5ാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയത്തിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചോദ്യ പേപ്പറിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഒന്നാമതായി കൊടുത്തിരിക്കുന്ന ചോദ്യം യോജിച്ചവ ചേർക്കാമെന്നാണ്. ഇതിൻ്റെ കീഴിൽ ഏകദേശം 6ഓളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ബ്രാക്കറ്റിൽ കുറച്ച് ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ കിറാമിൽ ബററ അവസാനത്തിലാണ് വരിക, അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്, അല്ലമഹു സുക്കൂനായിരിക്കും, പിന്നെ ഹർഫുകളുണ്ട്. അപ്പോൾ നമ്മളതിൽ നിന്ന് ചോദ്യത്തിലേക്ക് വരുമ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം സിഫത്തുകൾ പാലിച്ചു കൊണ്ടാണ് ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ നമ്മൾ നോക്കുമ്പോൾ സിഫത്തുകൾ പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് എന്നാണ് അതിലൊന്നാമത്തെ ആൻസർ. അപ്പോൾ നമ്മളിനി രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ അതിലുള്ള ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള പിന്നെ ഡാഷ് എന്നാണ്. അപ്പോൾ നമ്മളിതിൽ ബ്രാക്കറ്റിൽ നമ്മൾ നോക്കിയിടുമ്പോൾ 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് എന്നാണ് അതിൻ്റെ ഉത്തരം. നമ്മളിനി മൂന്നാമത്തേത് നോക്കുമ്പോൾ എല്ലാ ഹാഉകളും പദത്തിൻ്റെ പിന്നെ ഡാഷാണ്. നമ്മൾ ബ്രാക്കറ്റിൽ നോക്കിയിരുമ്പോൾ എല്ലാ ഹാഉകളും പദത്തിൻ്റെ അവസാനത്തിലാണ് വരിക. ഇനി അതേപോലെ നാലാമത്തെ ചോദ്യം എന്ത് കഴിഞ്ഞാൽ സക്കത്തയുടെ ഹാഇന് എപ്പോഴും ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് സക്കത്തയുടെ ഡാഇന് എപ്പോഴും സുക്കൂനായിരിക്കുമെന്നാണ് അതിൻ്റെ ആൻസർ. നമ്മൾ അഞ്ചാമത്തേതിലേക്ക് വരുമ്പോൾ അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തി പിന്നെ ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കിറാമിൽ ബററ എന്നാണ്. അതായത് അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ എന്നാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. അതേപോലെ നമ്മളിനി ആറാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന ഡാഷ്, അതായത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നാണ് അതിൻ്റെ ആൻസർ. ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അത് ചെറിയൊരു ഭാഗമാണ്. അതിൽ കൊടുത്തിരിക്കുന്നത് തിരഞ്ഞെടുത്തെഴുതാം എന്നാണ്. അതിലാകെ ഒരു ചോദ്യമുള്ളൂ, അതായത് ഇസ്തിഗ്ലാഇൻ്റെ ഹർഫുകൾ എന്നാണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രാക്കറ്റിൽ അവർ കുറച്ച് അക്ഷരം കൊടുത്തിട്ടുണ്ട്. അതായത് സീന്, സ്വാദ്, സാ, ഖാഫ്, ഹാ, താ, ഖാ എന്നീ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇസ്തിഗ്ലാഇൻ്റെ അക്ഷരങ്ങളായ സ്വാദ്, ഖാഫ്, ഖാ ഇവ മൂന്നും എന്ത് ചെയ്താൽ തിരഞ്ഞെടുത്ത് ഇവിടെ എഴുതുക. ഇനി നമ്മൾ ചോദ്യ പേപ്പറിലെ മൂന്നാമത്തെ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്നത് പൂർത്തിയാക്കാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 4ഓളം ചോദ്യങ്ങളുണ്ട്. അതായത് ഇത്ബാക്ക്, അതേപോലെ ഇസ്തിഗ്ലാ, പിന്നെ റിഹ്വ്, പിന്നെ തുടങ്ങി ഒരു ചോദ്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ ഇത്ബാക്ക് എന്നാണ്. അതായത് ഇപ്പോൾ ഇത്ബാക്കിനോട് കൊടുത്ത ഡെഫിനേഷൻ നാവിൻ്റെ മധ്യഭാഗം പിന്നെ ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരലിനാണ് ഇത്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അണ്ണാക്കുമായി ചേരൽ എന്ന് എഴുതി കൊടുക്കുക. അതേപോലെ രണ്ടാമത്തേതാണ് ഇസ്തിഗ്ലാ. ഇസ്തിഗ്ലാ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്നത് ഉച്ചരിക്കുമ്പോൾ ശബ്ദത്തി എന്ന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ബാക്കി നമ്മൾ എഴുതി കൊടുക്കണം അണ്ണാക്കിലേക്ക് ഉയർത്തലിനെയാണ് എന്താണ് ഇസ്തിഗ്ലാ എന്ന് പറയുന്നത്. അതേപോലെ മൂന്നാമത്തെ ചോദ്യം റിഹ്വ് എന്താണ്, അതായത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആൻസർ നമ്മൾ എഴുതുകയാണെങ്കിൽ മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കലിനെയാണ് റിഹ്വ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഇനി നാലാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്ക് എന്താ പറയുക. അതായത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ, അതായത് ഖത്ഇൻ്റെ ഹംസ എന്ന് പറയുന്നു എന്നവിടെ എഴുതണം. അതാണ് അതിൻ്റെ ആൻസർ. മൂന്നാമത്തെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാലാമത്തേതിലേക്ക് വരുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് ഓരോ ഉദാഹരണം
എഴുതാമെന്നാണ്. അതായത് താഴെ കുറച്ച് 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹ ഉത്ത ഇനീസ്, സക്കത്തയുടെ ഹ ഇന്, ഹ ഉൽ അമീറിൻ്റെ മുന്നിലും പിന്നിലുമുള്ള സുക്കൂൻ വന്നതിന്, ഹ ഉൽ അമീറിൻ്റെ മുൻപ് സുക്കൂൻ വന്നതിന്, അങ്ങനെ കുറച്ച് 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോന്നിനും ഉദാഹരണം എഴുതാമെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് ഒന്നാമത്തെ ചോദ്യം ഹ ഉത്ത ഇനീസ് എന്നാണ്. അതായത് ഇപ്പോൾ ഇനീസിൻ്റെ ഹ ഇന് ഉദാഹരണം നമ്മൾ എഴുതുകയാണെങ്കിൽ അൽ ഖാരിഅ, മൽ ഖാരിഅ, പിന്നെ വഫാക്കിഹത്തിൻ കസീറ, ആമിലത്തുൻ നാസിബ, ഹൽ അതാക ഹദീസുൽ ഗാശിയ, ലാ മഖ്തൂഅത്തുൻ വലാ മംനൂഅ. ഇതിൽ അവസാനം വരുന്ന തഅനീസിൻ്റെ ഹ ഉണ്ടല്ലോ, അതാണ് ഇതിൽ ചോദിച്ച ചോദ്യം. അപ്പോൾ ഇതിൽ ഖുർആൻ്റെ ആയത്തുകൾ ചെറിയ ചെറിയ വാക്കുകൾ അവിടെ എഴുതി കൊടുത്താൽ മതി. അതേപോലെ രണ്ടാമത്തെ ചോദ്യമാണ് സക്കത്തയുടെ ഹ ഇന് ഉദാഹരണം എഴുതാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് മാഹിയ, ഇഖ്തദി, പിന്നെ മാലിയ, പിന്നെ ഹിസാബിയ, കിതാബിയ, ആ സക്കത്തയുടെ ഹ വരുന്ന ഏതെങ്കിലും വാക്കുകൾ അവിടെ എഴുതി കൊടുത്താൽ മതി. പിന്നെ മൂന്നാമത്തേത് ഹ ഉൽ അമീറിൻ്റെ മുന്നിലും പിന്നിലും സുക്കൂൻ വന്നതിനൊരു ഉദാഹരണം എഴുതാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം വ ഇലൈഹിൽ മസീർ, വ ഇലൈഹിൽ ഹാഇന് മുമ്പ് യാന് സുക്കൂനാണ്, അതേപോലെ അൽ മസീറിന് അലിഫ്ലാമിന് സുക്കൂനാണ്. അതേപോലുള്ള ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ എഴുതി കൊടുത്താൽ മതി. അതേപോലെ നാലാമത്തെ ചോദ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ ഉൽ അമീറിൻ്റെ മുമ്പ് സുക്കൂൻ വന്നതിനൊരു ഉദാഹരണം. അതിനോട് ഉദാഹരണമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് അൻഹു തലഹ എന്നാണ്. ഖുർആനിൽ അതേപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഉദാഹരണം എഴുതിയാൽ മതി. ഈ പറഞ്ഞതിൽ നിന്നെല്ലാം ഓരോ ഉദാഹരണം വെച്ച് എഴുതുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇനി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് ഉത്തരം എഴുതാം എന്നാണ്. അതിൻ്റെ അടിയിലായിട്ട് ഏകദേശം ഒരു 4-5ഓളം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഹംസത്തുൽ വസ്ലി എന്നാൽ എന്താണ്. അതേപോലെ രണ്ടാമത്തെ ചോദ്യം ആ തഅനീസിനെ ചേർത്ത് ഓതുമ്പോൾ എങ്ങനെ ഓതണം എന്നുള്ളതാണ്. പിന്നെ അതിൽ മൂന്നാമത്തെ ചോദ്യം സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. പിന്നെ അതേപോലെ നാലാമത്തെ ചോദ്യം പതിവാക്കൽ സുന്നത്തായ 2 ആയത്തുകൾ ഏതെല്ലാം എഴുതാം എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അഞ്ചാമത്തെ ചോദ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ് എന്നാണ്. ഈ 5 ചോദ്യങ്ങളാണ് ഈ അഞ്ചാമത്തേതിൽ ഉത്തരം എഴുതാമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യമായ ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്താണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ ചേർത്തോതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്നാണ് പറയുന്നത്. അതായത് ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരില്ല, അത് ഉണ്ടാവില്ല. പക്ഷേ അതെന്തായിരിക്കും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്നാണ് പറയുന്നത്. പിന്നെ ഇതിലെ രണ്ടാമത്തെ ചോദ്യം ഹ തഅനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത്. അത് ആയിട്ട് തന്നെയാണ് നമ്മൾ ഹ തഅനീസിനെ ഓതേണ്ടത്. അല്ലാണ്ട് ഹ എന്ന് ഓതേണ്ട തഅനീസിനെ അത് ആയിട്ടാണ് ആ ഭാഗത്ത് ചേർത്തി ഓതുമ്പോൾ ഓതേണ്ടത്. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. അതായത് അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. ഇതിലെ നാലാമത്തെ ചോദ്യമാണ് പതിവാക്കൽ സുന്നത്തായ 2 ആയത്തുകൾ എഴുതാമെന്ന്. അതിൽ ഒന്നാമത്തേത് നമുക്ക് വേണമെങ്കിൽ ആയത്തുൽ കുർസി എഴുതാം, അല്ലെങ്കിൽ ആമന റസൂൽ എഴുതാം, അല്ലെങ്കിൽ ലൗ അൻസൽന തുടങ്ങി കുറച്ച് ആയത്തുകൾ ഖുർആനുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും എളുപ്പമുള്ളതിൽ 3-2 എഴുതിയാൽ മതി. ഇനി നമ്മൾ അഞ്ചാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ അതിൽ ചോദിച്ചിരിക്കുന്നത് ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ് എന്നാണ്. അതിന് ഉത്തരം നമ്മൾ എഴുതേണ്ടത് അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമില്ലാത്തവനെ സംബന്ധിച്ചാണ് പറഞ്ഞതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമല്ലാത്തവനെ സംബന്ധിച്ചാണ്. അതായത് അവൻ്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയായിരിക്കും അവൻ്റെ അവസ്ഥ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്.
അങ്ങനെ 5-ാമത്തെ ചോദ്യങ്ങൾക്ക് ശേഷം അവസാനത്തെ ഒരു ഭാഗമാണ് പൂരിപ്പിക്കാമെന്നുള്ള 6-ാമത്തെ ചോദ്യം. അതിൽ ആകെ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ ആ ഒരു ചോദ്യം ഇതാണ്: ഒരു പ്രദേശത്ത് പിന്നെ ഡാഷ് കൊടുത്തിട്ട് ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് എന്നാണ്. അതായത് ഖുർആൻ മനഃപ്പാഠമായിട്ടുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമെന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ, ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.